പടികൾ കയറി ചെല്ലുമ്പോൾ ആദ്യമായി കാണുന്നത് ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒരു വഴി കാണാം. ഈ വഴിയിൽ കൂടി നടന്നാൽ നാം എത്തിച്ചേരുന്നത് അത്ഭുതങ്ങളുടെ കരിമ്പാറക്കൂട്ടത്തിലാണ്. പഞ്ചപാണ്ഡവർ വിശ്രമിക്കാനായി ഇരുന്നു എന്ന് കരുതുന്ന പടിപ്പുരപ്പാറ, തവളയുടെയും താമരയുടെയും ആകൃതിയിലുള്ള തവളപ്പാറയും താമരപ്പാറയും, കൊട്ടിയാൽ വാദ്യമേളങ്ങളുടെ പ്രതിധ്വനി മുഴക്കുന്ന ചെണ്ടപ്പാറയും മതിളപ്പാറയും, പിന്നെയും തീരാത്ത കരിമ്പാറക്കെട്ടുകൾ. തൊട്ടടുത്തായി കൗരവന്മാരുമായി ബന്ധപ്പെട്ട നൂറ്റവർ പാറ. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറയാണ് ഇവിടെയുള്ളത്. നഗരത്തിരക്കിൽ നിന്നും മാറി 1.5 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന കരിമ്പാറക്കെട്ട്, അതാണ് പാണ്ഡവൻ പാറ. ചെങ്ങന്നൂർ ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഒളിച്ചു താമസിച്ചു എന്ന് കരുതുന്ന സ്ഥലമാണ് പാണ്ഡവൻ പാറ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കഥകളും ഐതിഹ്യങ്ങളും പാണ്ഡവരുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അപ്പോൾ പാണ്ഡവൻ പാറയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. പാണ്ഡവർ സ്ഥാപിച്ചെന്ന് കരുതുന്ന ഈ ക്ഷേത്രം ഈ അടുത്ത കാലത്താണ് പുതുക്കിപ്പണിതത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ കരിമ്പാറക്കൂട്ടത്തെ സംരക്ഷിത പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ഏക്കറിൽ ചിതറിക്കിടക്കുന്ന ഈ കരിമ്പാറക്കെട്ടുകൾക്കിടയിലും താഴെയുമായി ധാരാളം വീടുകളുണ്ടെന്നാണ് എടുത്തു പറയത്തക്ക ഒരു വസ്തുത. ഇതങ്ങനെ എടുത്തു പറയേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. പക്ഷേ അപൂർവം ചില ആളുകൾ വഴിതെറ്റി ഇവിടെ വരാറുമുണ്ട്. ആ വരുന്നവർക്ക് ഈ പാറയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കഥകളും പറഞ്ഞു കൊടുക്കുന്നത് ഈ പ്രദേശവാസികൾ തന്നെയാണ്. നൂറ്റാണ്ടുകളായി പ്രകൃതിയുടെ ചൂടും മഴയും തണുപ്പും ചലനങ്ങളും കൊണ്ട് ശിലകൾ രൂപാന്തരം പ്രാപിച്ചാണ് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ കരിമ്പാറക്കെട്ടുണ്ടായത്. പല പാറകളും പല രൂപങ്ങളുമായി സാമ്യമുണ്ടെങ്കിലും ഐതിഹ്യങ്ങൾ അതിനടിത്തറ നൽകുമ്പോഴാണ് നമുക്കത് കാഴ്ചയിൽ സാദൃശ്യം അനുഭവപ്പെടുന്നത്. ആരോ എടുത്തു വച്ചതുപോലെ ചെറിയ പാറകളുടെ പുറത്ത് ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ഒരു വലിയ പാറ, അതാണ് ഭീമൻ എടുത്തുവെച്ച പടിപ്പുരപ്പാറ. പാണ്ഡവരിൽ കരുത്തനായ ഭീമൻ വിശ്രമിക്കാനായി ഉണ്ടാക്കിയ പടിപ്പുരപ്പാറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ 2 പോയിന്റുകളിൽ മാത്രമാണ് ഇത് ബാലൻസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. തൊട്ടടുത്തായി തന്നെ തവളയുടെ ആകൃതിയിലുള്ള ഒരു തവളപ്പാറ, ക്ഷേത്രത്തിന് പുറകിലായി താമരയുടെ ഇതളുകൾ പോലെ തോന്നിപ്പിക്കുന്ന താമരപ്പാറ, ഭീമന്റെ കാൽപ്പാട് പതിഞ്ഞ പാറ, ഭീമൻ കിടന്നുറങ്ങിയ പാറ, പിന്നെ അടുത്തായി 5 പേർ ചാരിയിരുന്ന പോലെ ആകൃതിയിലുള്ള പാറ. പാണ്ഡവർ ഇവിടെ ചാരിയിരുന്നു എന്നതാണ് ഐതിഹ്യം. തൊട്ടടുത്തായി കാണുന്ന വലിയ പാറയാണ് പാണ്ഡവരുടെ മുറുക്കാൻ ചെല്ലം എന്ന് വിളിക്കുന്നത്. ഇതിനടുത്തായി വെള്ളം താഴേക്ക് ഒഴുകിയതുപോലെ ഒരു ചാല് കാണാം. ഈ കാണുന്ന പാറകൾക്കിടയിലാണ് പാണ്ഡവർ തങ്ങളുടെ വിലപിടിച്ച വസ്തുക്കൾ ഒളിപ്പിച്ച നിലവറക്കുഴിയുള്ളത്. താഴേക്കിറങ്ങിയാൽ അവിടെ ഇവിടെയായി ധാരാളം പാറകൾ തെറിച്ച് വീണതുപോലെ കാണാം. അതിനിടയിൽ ധാരാളം വീടുകളും താമസക്കാരുമുണ്ട്. ഇതിനിടയിലാണ് ആനപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മുകളിലോട്ട് കയറിയാൽ പിന്നെയും അത്ഭുതങ്ങളുടെ ലോകമാണ്. ഇവിടെ പോകാൻ പാറക്കെട്ടുകളുടെ വശത്തുകൂടി സൂക്ഷിച്ചു നടക്കണം. കാല് തെറ്റിയാൽ അഗാധമായ താഴ്ചയാണ്. ഇവിടെയാണ് കൊട്ടിയാൽ വാദ്യമേളങ്ങളുടെ പ്രതിധ്വനി കേൾക്കുന്ന മദ്ദളപ്പാറയും ചെണ്ടപ്പാറയും ഉള്ളത്. പിന്നെ ആമയുടെ ആകൃതിയിലുള്ള ആമപ്പാറ. പാറക്കൂട്ടത്തിന് മുകളിൽ കയറി നിന്നാൽ ചെങ്ങന്നൂർ നഗരത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണാം. എന്തൊക്കെയാണെങ്കിലും പാറകൾ തമ്മിൽ ആകൃതിയിലും രൂപത്തിലും വ്യത്യാസങ്ങളുണ്ട്. ആരും കൊത്തിയെടുത്തതല്ല. പിന്നെ എങ്ങനെയാണ് ഈ ആകൃതിയിൽ കാണുന്നതെന്നാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അതുതന്നെയാണ് ഐതിഹ്യങ്ങളെ ബലപ്പെടുത്തുന്നത്. സാധാരണ പാറകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു എടുത്തു പറയത്തക്ക പ്രത്യേകത പാണ്ഡവൻ പാറയിലുണ്ട്. പുല്ലുപോലും മുളയ്ക്കാത്ത പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വൻ മരങ്ങളാണ്. താഴേക്കിറങ്ങിയാൽ തൊട്ടടുത്തായി ഒരു നാഗരാജാവിൻ്റെ ക്ഷേത്രം കാണാം. അതിനടുത്തായി തന്നെ പാറയിടുക്കിൽ കടുത്ത വേനലിലും പറ്റാത്ത ഒരു കുളവും കാണാം.
പാണ്ഡവർ വനവാസകാലത്ത് ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമെടുത്തത് ഇവിടെ നിന്നാണെന്ന് കരുതുന്നു. ഐതിഹ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും പാറകളുടെ അത്ഭുതകരമായ ആകൃതിയും അടുക്കുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് പാണ്ഡവൻ പാറയുടെ ആകർഷണവും. പാണ്ഡവൻ പാറ കാണാൻ വരുന്നവർ മഴയുണ്ടെങ്കിൽ പാറപ്പുറത്ത് സൂക്ഷിച്ചു നടക്കണം. വഴുക്കലുണ്ടായി കാല് തെറ്റി തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. തൊട്ട് താഴെ അഗാധമായ താഴ്ചയാണ്. വെയിലുള്ള ദിവസം മാത്രം ഇവിടെ എത്തുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക. ഒരു ജൈവ ആവാസ വ്യവസ്ഥയെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് സംരക്ഷിക്കാം.